പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ ദിവസം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നും തുടങ്ങാം. ഇന്നത്തെ ഈവനിംഗ് മലയാളം. രാഷ്ട്രീയ കേരളത്തെ ആകെ ഞെട്ടിച്ച് CPIM നേതാവ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക്. രാഷ്ട്രീയ വിസ്മയം സംഭവിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് തലസ്ഥാനത്തെ സമരവേദിയിലേക്ക് ഐഷ പോറ്റി നാടകീയമായി രംഗപ്രവേശനം ചെയ്തത്. ഐഷ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന അസാധാരണ പ്രഖ്യാപനം കൊടിക്കുന്നിൽ സുരേഷ് നടത്തുകയും ചെയ്തു. CPIM-ൽ നിന്നും തിക്താനുഭവം നേരിട്ടുവെന്ന് ഐഷ പോറ്റിയും പറഞ്ഞു. വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൂറുമാറ്റം അതേ വേദിയിൽ നടന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ലോക്ഭവന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനൊപ്പം ഐഷ പോറ്റി കടന്നുവന്നു. വേദിയിലുണ്ടായിരുന്നവരിൽ പോലും ഞെട്ടലുണ്ടാക്കിയ കടന്നുവരവ്. ആ അമ്പരപ്പ് പിന്നെ മുദ്രാവാക്യം വിളികളായി മാറി. നേതാക്കൾ മാലയിട്ടും വാരിപ്പിണർന്നും ഐഷ പോറ്റിയെ സ്വീകരിച്ചു. നാടകീയമായ കടന്നുവരവിന് പിന്നാലെ നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന 5 രൂപ മെമ്പർഷിപ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഐഷ പോറ്റിക്ക് കൈമാറി. 3 പതിറ്റാണ്ട് നീണ്ട CPIM ബന്ധം അവസാനിപ്പിച്ചാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. ദീർഘകാലമായി ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ടെന്നും നമ്മളെ ആവശ്യമില്ല എന്ന് വന്നാൽ അപ്പോൾ സലാം പറയുക എന്നുമാണ് കോൺഗ്രസ് പ്രവേശനത്തിൽ ഐഷ പോറ്റിയുടെ വിശദീകരണം. ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരാളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നോട്ടീസിൽ പോലും പേര് വെക്കണ്ട, ഒരു ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കണ്ട, അങ്ങ് അവഗണിച്ച് കളയുക എന്നുള്ളത് കഠിനമായ ജോലി മാത്രം. എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലത്തും ഓടിയെത്തണമെങ്കിൽ എനിക്ക് എന്റെ ഒരു സംവിധാനം വേണ്ട. അതെനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ അവസാനം എന്നെ ഒഴിവാക്കാൻ പറഞ്ഞത്. പിന്നാലെ കൊട്ടാരക്കരയിൽ നിന്നും ഐഷ പോറ്റി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന അസാധാരണ പ്രഖ്യാപനവുമായി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തി. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് 2006, 2011, 2016 വർഷങ്ങളിൽ തുടർച്ചയായി 3 തവണ CPIM ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഐഷ പോറ്റിക്ക് 2021-ൽ സീറ്റ് നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പാർട്ടിയുമായി ഭിന്നതകൾ ഉടലെടുത്തത്. 2024 നവംബറിൽ ഐഷ പോറ്റി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നു. കഴിഞ്ഞ വർഷം CPIM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നുകൂടി ഒഴിവാക്കപ്പെട്ടതോടെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും അകന്നു. 2025 ജൂലൈ 18-ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. അന്ന് കോൺഗ്രസ് പ്രവേശന വാർത്തകൾ നിഷേധിച്ചുവെങ്കിലും 6 മാസങ്ങൾക്കിപ്പുറം ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിന് പാർട്ടി അണികളിൽ നിന്ന് നേരിട്ട സൈബർ അധിക്ഷേപം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി കൈപിടിക്കുന്നത്. നിലവിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഐഷ പോറ്റി കൂടി എത്തുന്നതോടെ മത്സരം കടുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.